പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ രാഹുൽ വാണിയമ്പാറ. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ പഴയ കൊച്ചിയിൽ ഞാൻ വന്നിട്ടില്ല. പുതിയ കൊച്ചി ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ അടിപൊളി ഒരു സ്പോട്ട്, അതായത് നിങ്ങളിൽ പലരും വന്നിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യണത്. വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചി. കാറ് ത്രൂ വരുമ്പോൾ 800 മീറ്റർ മാത്രമാണ് വരുന്നത്. അതുപോലെ റോഡ് മാർഗം വരുമ്പോൾ 13.8 കിലോമീറ്റർ വരുന്നുണ്ട് ദൂരം. അതായത് ഇപ്പോൾ നമുക്ക് പുറകിൽ കാണുന്ന ജങ്കാറിൽ ഇങ്ങനെ വാഹനങ്ങൾ ഏകദേശം ഒരു 10-30ഓളം കാറും അതുപോലെ തന്നെ ഒരു 10-20 ബൈക്കും യാത്രക്കാരും ഒക്കെ ആയിട്ട് വരികയാണ്. ഇപ്പോൾ യാത്രക്കാർക്ക് യാത്ര സൗജന്യമാണ്, വണ്ടിക്ക് മാത്രം ചെറിയൊരു ഫീസ് വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ട്രിപ്പ് വരുന്നവർക്ക്, കാറിലൊക്കെ വരുന്നവർക്ക് ജങ്കാറ് കയറ്റി വണ്ടിയിൽ കയറ്റി നേരെ ഇവിടെ ഫോർട്ട് കൊച്ചിയിലെത്താം. എന്നിട്ട് ഇവിടെ നിന്ന് ത്രൂ പോവാം. അതിൽ ബസ്സടക്കം അതിൽ കയറ്റാനുള്ളൊരു സൗകര്യം ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒന്നും പാലമൊന്നും പണി, ഒരു കപ്പൽ ചാലാണ്. കപ്പൽ വന്നു പോകുന്ന ഒരുപാട് ടെർമിനലിലേക്ക് വരുന്നതും അതുപോലെ നേവൽ ബേസിൻ്റെ അങ്ങനെ ഒരുപാട് കപ്പലുകളും മറ്റേ ബോട്ടുകളൊക്കെ പോകുന്നൊരു പ്രധാന വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാലം പണിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയുന്നവർ അടിയിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ സ്വന്തം കാറിൽ തന്നെയാണ്, ഓൾട്ടോയിലാണ് ഞങ്ങളുടെ യാത്ര. എന്തായാലും കാറ് ജങ്കാറിൽ കയറ്റിയിട്ട് പോകാനുള്ളൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇന്നത്തെ ഒരു ട്രിപ്പ് ഞങ്ങൾ തുടങ്ങിയത്. ഇവിടെ 2 റോറോ ജങ്കാർ സർവീസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇവിടെ 2 ജങ്കാറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ പോയ സമയത്ത് ഒരു ജങ്കാർ അതിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നിർത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 1.5 മണിക്കൂറോളം നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഈ ജങ്കാറിലേക്ക് കയറുന്നതിനായിട്ട്. അപ്പോൾ ഒരു വേറിട്ട കാഴ്ചയാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിതുവരെ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെട്രോ സർവീസാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, വൈപ്പിനിൽ തന്നെ തൊട്ടടുത്ത് തന്നെ മെട്രോ സർവീസും ഉണ്ട്. ഇവിടെയും കയറാവുന്നതാണ്. മെട്രോയുടെ വിശേഷങ്ങളായിട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ജങ്കാറിൽ പോവുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണുള്ളത്. നമ്മൾ വരുന്ന ജങ്കാറ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിലൊരുപാട് ഏകദേശം 10-30ഓളം കാറുകളായിട്ടും പെട്ടി ഓട്ടോറിക്ഷയായിട്ടൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ അതിന് സമാനമായ രീതിയിൽ തന്നെ ബൈക്കുകൾ കയറ്റി വെച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് സൗജന്യമാണ്. ഇപ്പോൾ നമ്മുടെ കാറ് പോകുന്നതിനായിട്ട് നമുക്ക് 50 രൂപയാണ് ഫീസ് വരുന്നത്. ഈ ഒരു പ്രദേശത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് 800 മീറ്റർ മാത്രം ദൂരം അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 24ഓളം കിലോമീറ്റർ ചുറ്റണം. അത് മാത്രമല്ല 1.5 മണിക്കൂറോളം എടുക്കും റോഡ് മാർഗം എത്താനുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ജങ്കാർദേ വന്നുകൊണ്ടിരിക്കുകയാണ്. ജങ്കാർ വന്നടുത്ത് കരയിലേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ കാറുകൾ കയറുന്നു, ജങ്കാറിലേക്ക് കയറുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഈ ടിക്കറ്റ് കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരാൾ പോയി കുറച്ച് മുമ്പ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങി വെക്കണം. കയറാൻ നിൽക്കുന്ന നേരത്തെ ടിക്കറ്റ് എടുക്കാൻ പോരുത്. നമ്മൾ ക്യൂവിൽ വന്ന് നിന്ന് ആ സമയത്ത് തന്നെ പോയി ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മുടെ വാഹനം കയറുകയാണ്. അങ്ങനെ ഞങ്ങൾക്കൊപ്പം എൻ്റെ അനിയൻ
ജയകുമാറുള്ള കാരണം എനിക്കിങ്ങനെ വീഡിയോസൊക്കെ പകർത്താൻ പറ്റി. അങ്ങനത്തെ ഞങ്ങളുടെ വാഹനം ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളെ ആളുകളും അവിടെ നിത്യമായ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും പോകുന്നവർ അവരൊക്കെ ഭാഗത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നു. ഞാനിങ്ങനെ പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു. വലിയ തല്ലുന്ന ഒരു സീനൊന്നുമില്ല. അതായത് ചെറിയൊരു ഇങ്ങനെ കായലിലെ ഇളക്കം മാത്രമാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആ സുന്ദര കാഴ്ചകൾ കണ്ട് ഏകദേശം 800 മീറ്റർ മാത്രം ദൂരമുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു നിസ്സാര സമയം കൊണ്ട് തന്നെ മറുകരയിലെത്താൻ സാധിക്കും. ഒരുപാട് പേര് നമ്മളെ പോലെ തന്നെ പുതിയതായി വന്ന ആളുകളുണ്ട് കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് സൗജന്യമാണ്, വാഹനത്തിന് മാത്രമാണ് ഇവിടെ ഫീസ് വരുന്നത്. കൊച്ചിയിലാണ് വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചി, അതുപോലെ ഫോർട്ട് കൊച്ചി ടു വൈപ്പിനിൽ ജങ്കാറിൽ പോകുന്നൊരു വാർത്തയും വീഡിയോയുമാണ് നിങ്ങൾ കണ്ടത്. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.